ടാപ്പ് ഫുൾ ടൈം ഓൺ ആക്കി തന്നെ ഇടുക. അത് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക് ആവശ്യത്തിന് വെള്ളം വരും. ഉപയോഗം കഴിയുമ്പോൾ തന്നെ കട്ട് ഓഫ് ആയി. ഉപയോഗിക്കാൻ നേരത്തെ പ്ലഗ് കുത്തോ ഉപയോഗിച്ചിട്ട് എപ്പോഴും പ്ലഗ് ഡിസ്കണക്ട് ചെയ്തിടുക. ഓക്കെ, ഇത് തുറക്കുക. ഇതിനകത്താണ് തുണി ഇടുന്നത്. ഈ 7 കിലോ എന്ന് പറഞ്ഞാൽ ഉണങ്ങി 7 കിലോ ആണ് കമ്പനി പറയുന്നത്. ഉണങ്ങി 7 കിലോ നമുക്ക് മാക്സിമത്തിട്ട് കഴുകി ഉണക്കിയെടുക്കാം. തുണിനകത്തിടുക, അടയ്ക്കുക. പൗഡർ ലിക്വിഡ് ഏതെന്ന് വെച്ചാൽ ആവശ്യം എടുക്കുന്നതിൻ്റെ പപ്പ അത് രണ്ടിടത്തായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, രണ്ടും ഉപയോഗിക്കാമോ? ചെയ്തിട്ടാലും വൃത്തി കിട്ടും. പിന്നെ ചില വെള്ളം കട്ടിയുള്ള സ്ഥലത്തൊക്കെ ചിലപ്പം ഈ പൊടിയാണ് അരിയാൻ ചില പാട് വരും. അതിൻ്റെ പ്രശ്നം ലിക്വിഡ് ആകുമ്പോൾ ഈ ഒരു വിഷയം വരത്തില്ല. പക്ഷെ ഇട്ടാൽ തുണി വൃത്തിയാക്കുന്നതിന് രണ്ടു വരെയാണ് തന്നെ. എടുക്കുന്നതിൻ്റെ പപ്പ അത് രണ്ടിടത്തായിട്ട് ഇട്ട് കൊടുക്കുക. എപ്പോഴും വളരെ കുറച്ചിട്ട് മാത്രമേ യൂസ് ചെയ്യുക. ഓവറായിട്ട് പതപ്പിച്ചൊന്നും ഇത് കഴുകത്തില്ല. ഓക്കെ, ഈ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കംഫർട്ട് സോഫ്റ്റ്നറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനാണ്. കഴിഞ്ഞിട്ട് നമ്മൾ ഉണക്കുന്നതിന് മുമ്പുള്ള ആഡ് ചെയ്ത് കൊടുക്കണം. പൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ കൈവച്ച് മുക്കിയിടുന്ന മണം ഇതിനകത്ത് കിട്ടത്തില്ല. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് ഉണക്കുന്നത്. ഇപ്പം മൊത്തം സക്ക് ചെയ്ത് വലിച്ചു കളഞ്ഞിട്ട് ഇത് ഉണക്കത്തുള്ളൂ. നമ്മൾ ഇത്ര മണം വേണം നമ്മൾ കൈ വെച്ച് പുറത്ത് തന്നെ മുക്കിയിട്ട് അതിന് മണം കിട്ടത്തുള്ളൂ. ഇടുക, അടയ്ക്കുക, പവർ ഓൺ ചെയ്യുക. ഓക്കെ, ഓണും ഓഫും ബട്ടൺ ഇത് തന്നെ ആയിരിക്കും. ഓൺ ചെയ്യുക. നമുക്ക് ഏത് പ്രോഗ്രാമാണോ വേണ്ട തീരുമാനിക്കുന്നത് ഈ നീഡിലായിരിക്കും. അതായത് ഈ നീഡിൽ ഏതിൻ്റെ നേരെ കൊണ്ടുവച്ച് സ്റ്റാർട്ട് കൊടുക്കുന്നു അതായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് കിടക്കുന്ന കോട്ടൺ. ഈ കോട്ടൺ എന്ന് പറഞ്ഞാൽ മാക്സിമം 7 കിലോ മിക്സഡ് തുണി. കോട്ടൺ, പോളിസ്റ്റർ, ജെഴ്സി ടൈപ്പ് എല്ലാത്തരം തുണികളും നമുക്ക് ഈ ഒരു കോട്ടണത്തിലാണ്. തുണി ഇട്ടി കോട്ടൺ ഇട്ട് സ്റ്റാർട്ട് കൊടുക്കുമ്പോഴത്തേന് ഇട്ട തുണിക്കുള്ള ടൈമും വെള്ളവും ഇതൊന്ന് സെൻസ് ചെയ്തെടുത്ത് കഴുകി മുക്കി പിഴിഞ്ഞ് ഉണക്കി ഒരു ഹാപ്പി സൗണ്ട് ടൂൺ കേട്ടങ്ങ് ഓഫായി കിടക്കും. എപ്പോഴാന്ന് വെച്ചാൽ തുണി എടുത്തിട്ട് പ്ലഗ് ഓഫ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ കോട്ടൺ പ്ലസ്, പ്യുവർ ആയിട്ടുള്ള കോട്ടൺ തുണികൾ മാത്രം ഇട്ട് കഴുകാൻ വേണ്ടി. അപ്പോൾ അത് മാത്രം സെപ്പറേറ്റ് കോട്ടൺ പ്ലസ് ഇട്ട് വാഷ് ചെയ്യുക. മൂന്നാമത്തെ മിക്സഡ് ഫാബ്രിക്. ഈ മിക്സഡ് ഫാബ്രിക്കും ആദ്യം കാണുന്ന ഈ കോട്ടൺ രണ്ടും ഏകദേശം സെയിം ഫംഗ്ഷൻ. രണ്ടിനകത്ത് മാക്സിമം 7 കിലോ മിക്സഡ് തുണി നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അടുത്തത് കിക്ക് 30. അരമണിക്കൂർ കൊണ്ട് നമുക്ക് കഴുകി ഉണക്കിയെടുക്കാം. ബട്ട് അതിനകത്ത് ഓവർലോഡ് തുണിയോ ഓവർ അഴുക്കോളൊന്നും ഇടാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു 3-4 ലോഡ് തുണി, വിയർപ്പിന്റെ സ്മെല്ലൊക്കെ ഒന്ന് പോയി കഴുകി ഉണക്കി ഇടണമെങ്കിൽ തുണി ഇട്ട് കിക്ക് 30 ഇട്ട് സ്റ്റാർട്ട് കൊടുത്താൽ അരമണിക്കൂർ കൊണ്ട് കഴുകി ഉണക്കി എടുക്കും. അടുത്ത അലർജിക്കാരെ അസുഖക്കാരുടെ തുണി ഇടാൻ വേണ്ടി. ബാക്കി ഈ ഉള്ള ഫംഗ്ഷനെ നമുക്ക് ചൂടുവെള്ളം വേണമെങ്കിൽ ടെമ്പറേച്ചർ ഉണ്ട്. അതിന് ടെമ്പറേച്ചർ ഇത് ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ ആഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ചൂടുവെള്ളത്തിലോട്ട് ആവത്തുള്ളൂ ഇത്രയും ഫംഗ്ഷൻ. പക്ഷെ അലർജിക്കാരുടെ തുണി നമുക്ക് ഒരിക്കലും ടെമ്പറേച്ചർ ആഡ് ചെയ്യണ്ട. ആ ഒരു ഓപ്ഷൻ കഴിയുമ്പോൾ 60 ഡിഗ്രി സെൽഷ്യസ് അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കഴിവുള്ളൂ. സ്റ്റീം ചെയ്തേ കഴിവുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ, അടുത്ത വരുന്ന പറഞ്ഞാൽ ആക്റ്റീവ് വെയർ. ജേഴ്സി ടൈപ്പ്, ട്രാക്ക് ഷൂട്ട്, ഓടാൻ പോകുന്ന വസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആക്റ്റീവ് വെയർ ഇട്ട് വാഷ് ചെയ്യുക. അടുത്തത് ഹാൻഡ് ഓർ വൂള്. വർക്ക് വരും, സാരി എംബ്രോയിഡറി വർക്ക് വരുന്ന ബ്ലൗസ്, പിള്ളേരെ സ്റ്റോൺ വെച്ച കോട്ട്, ഫ്രോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഹാൻഡ് ഓർ വൂള് ഇട്ട് വാഷ് ചെയ്തെടുക്കുക. വേറെ ഒന്നിനകത്ത് ഇട്ട് വാഷ് ചെയ്യരുത്, കാരണം അതിൻ്റെ മുത്തും കല്ലൊക്കെ പൊട്ടിപ്പോകും. ഓക്കെ, അടുത്ത് ഡെലിക്കേറ്റ്സ്. ഇങ്ങോട്ടടിച്ച് എടാ നിന്റെ ടോർച്ച് ശരി. ഡെലിക്കേറ്റ്സ്, വെള്ള കോട്ട്, ഫ്രോക്ക്, ഷർട്ട്, മുണ്ട്, കളർ പിടിക്കുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെലിക്കേറ്റ്സ് ഇട്ട് സ്റ്റാർട്ട് കൊടുക്കുക. സെക്കൻഡ് ലാസ്റ്റ് ടപ്പ് ക്ലീൻ. അതായത് നമ്മൾ കഴുകും തോറും ഇതിനിടയ്ക്ക് അഴുക്ക്, സോപ്പ് പൊടി, ഓരൊക്കെ ഇതിനിടയിൽ കൂടെ ഇറങ്ങും മോട്ടറിനിടയ്ക്ക്. അപ്പം നമുക്ക് ഒരിക്കലും കൈയിട്ട് ഇടയ്ക്കൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പം മെയിൻ ആയിട്ട് ഇത് കണ്ടോ, ടോർച്ച് അടിച്ച് നമ്മൾ ഈ ബൾജ് ചെയ്തിരിക്കുന്നത്, ഇത് മോട്ടറിന്റെ ഫ്രണ്ടിൽ കാസ്റ്റർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇത് പൊടിഞ്ഞ്, ഇത് സോപ്പ് പൊടി ഓരോ പെട്ടെന്ന് പൊടിയും. പൊടിഞ്ഞ് ഇത് മാറുന്നതിന് ഇപ്പോൾ 15,000 രൂപ ഈ ഒരു കണ്ണിൽ ഒരു പാർട്ട് മാറുന്നതിന്. അപ്പൊ നമ്മൾ വാഷ് ചെയ്യുന്നതനുസരിച്ച് നമ്മളിത് പ്രോപ്പറായിട്ട് ക്ലീനിങ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ വാഷിങ്ങിനനുസരിച്ച്, എങ്ങനെ ഡെയിലി ആണോ ഒന്നിനാണോ കൂടുമ്പോഴൊക്കെ ഉള്ളൂ വല്ലപ്പോഴും. ഇതിലിടാനുള്ള തുണിയാകുമ്പോഴല്ലേ കഴുകാൻ പറ്റത്തുള്ളൂ. പുറത്തിട്ടാകുമ്പോ ഡെയിലി കഴുകും. അല്ല, അതിനകത്ത് ഇതിപ്പം മേടിച്ചത് ഡെയിലി ഉള്ള യൂസിനാണോ? അല്ല, ഒന്നിനാണോ കൂടുമ്പോഴൊക്കെ ഉള്ളൂ. തുടക്കത്തിലെ 15 വാഷ് കഴിയുമ്പോൾ ഇതിനകത്ത് ഒരു സ്പൂൺ ഡയറക്റ്റ് ഇതിനകത്ത് ഒഴിക്കണം. സ്പൂൺ കെമിക്കൽ പൗഡർ ഡയറക്റ്റ് ഇതിനകത്ത് ഇടണം. ഇതിനകത്ത് ഇട്ടിട്ട് ലിക്വിഡോ ഡിറ്റർജന്റ് ഏത് ഉപയോഗിക്കുന്ന വെച്ചാൽ അതിനുള്ള ഒരു സ്പൂൺ ഇതിൻ്റെ കൂടെ അങ്ങ് തട്ടണം. അകത്തോട്ടിടണം. ഡയറക്റ്റ് ഇതിനകത്ത് ഇതൊരു സ്പൂണ് ലിക്വിഡോ ഡിറ്റർജന്റ് ഒരു സ്പൂൺ കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ടിട്ട് ടപ്പ് ക്ലീൻ എന്നുള്ള ഓപ്ഷൻ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇതിനകത്തുള്ള 1.5 മണിക്കൂർ അതിനകത്ത് ടൈം വരുന്ന പ്രോസസ് തന്നെ. വെള്ളം എടുത്ത് കെമിക്കൽ റിയാക്ട് ചെയ്ത് ഇതിനകത്ത് അഴുക്ക്, ഓരി, ചെളി, പിന്നെ ഇതിനകത്ത് പിന്നെ കൊള്ളുന്ന എല്ലാം അതിൻ്റെ വേസ്റ്റ് കാര്യങ്ങൾ, അണുക്കളും എല്ലാം ക്ലീൻ ചെയ്ത് ഇത് തന്നെ സർവീസ് ചെയ്ത് സ്പിൻ ചെയ്ത് കളയും. ഇത് തുടക്കത്തിൽ 15 വാഷ് കഴിയും, പിന്നെ 90-95 വാഷ് കഴിയുമ്പോൾ, ദിവസമല്ല ഞാൻ പറയുന്നത്, വാഷാണ് പറയുന്നത്. 15 വാഷ്, പിന്നെ 90-95 വാഷ് ആണെങ്കിൽ ഒരു വട്ടം ചെയ്യണം. ഓവറായിട്ട് ചേഞ്ച് ചെയ്യല് പിള്ളേർക്കുണ്ടെങ്കിൽ സ്കിന്നിനും ഇതിനും എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിനും തുണിക്കും കംപ്ലൈൻറ്റ് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു റേഷ്യോയിൽ ചെയ്ത് ക്ലീൻ ചെയ്ത് പോവുക. അത് കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് TCയിലും ബ്ലിങ്ക് ചെയ്ത് കാണിക്കും. നമുക്ക് ഇത് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ TCയിൽ ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ കാണിക്കും. അതിനകത്ത് നമുക്ക് അത് ഇളക്കി ചേരാനാ. അതായത് ഈ പൗഡറിനെ നിൽക്കത്തില്ല, അത് കൊണ്ടുപോയി നമ്മൾ ഇളക്കി സ്പ്രേ ആയിട്ട് ചെയ്തെങ്കിൽ അതിനകത്തുള്ള ഒരു കാര്യങ്ങൾ പോകും. അപ്പോൾ നമ്മൾ തന്നെ പ്രോപ്പറായിട്ട് മുന്നേ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ,
ലാസ്റ്റ് ഓപ്ഷൻ ഡൗൺലോഡ് സൈക്കിൾ, അതായത് പുറത്തിട്ട് കഴിയുന്നതിന് ഇതിനകത്ത് മുക്കി പിഴിഞ്ഞ് ഉണക്കിയെടുക്കാം. സാറ് കഴുകിയിട്ട് സോപ്പ് പൊടിയോട് കൊണ്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കുത്തി പിഴിഞ്ഞ് ഉണക്കി തരും. ഓക്കെ, ഇനി ഉണക്കാൻ മാത്രം മതിയെങ്കിൽ അത് ഇവിടെ ഓൺ കൊടുക്കുക, തുണി ഇടുക, തുണി ഇട്ടതിന് ശേഷം ഓൺ ചെയ്തിട്ട് ടെമ്പറേച്ചറിന്റെ തൊട്ടിപ്പുറം സ്പിൻ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ, സ്റ്റാർട്ട് കൊടുക്കുക. ഉണക്കി മാത്രം ഇതാണോ സ്റ്റാർട്ടും പോസും ഇതാ. ഒരു പരിധി വരെ ഒന്നും വെള്ളം നിറഞ്ഞാൽ തുറക്കാൻ പറ്റത്തില്ല, പിന്നെ ഫുള്ള് സ്പിൻ ചെയ്ത് കളഞ്ഞെങ്കിലേ തുറക്കാൻ പറ്റും. ഓക്കെ, ടോപ്പിലോടൊന്നും നമുക്ക് എപ്പോഴും തുറക്കാൻ പറ്റത്തില്ല. ഇപ്പം വെള്ളം നിറഞ്ഞ് ഈ ഒരു പരിധി കഴിഞ്ഞാൽ വെള്ളം കളഞ്ഞാലേ മാത്രമേ അത് തുറക്കാൻ പറ്റൂ. ഡോർ ലോക്ക് ആയി പിടിച്ച് വലിക്കരുത്. പിന്നെ സാറ് പറഞ്ഞാൽ ഇവിടെ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഫോൺ വഴി കണക്ട് ചെയ്യാം. വൈഫൈ ഉണ്ടോ ഇവിടെ? ഉണ്ടെങ്കിൽ ഇത് LG ആപ്പ് വഴി നമുക്ക് ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓൺ ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഓഫ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോഗ്രാംസ് എല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ, ഈ ഒരു ഇതില്ല, ഇത്രയും പ്രോഗ്രാം ഫോണിൽ കിട്ടും. നമുക്ക് എവിടെ നിന്നുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്യാം. നോർമലി എത്ര സമയം എടുക്കും? എത്രയും വേഗത്തിൽ വെള്ളം വരുന്ന അത്രയും വേഗത്തിൽ കടിത്തരും. എത്രയും ഫോഴ്സിൽ മാക്സിമം ഒരു 45 മിനിറ്റ് ഒക്കെ എടുക്കും. എത്ര ഇത് വെള്ളത്തിനെ ആശ്രയിച്ചിരിക്കും, ചിലപ്പോൾ ഫ്ലോ കുറഞ്ഞു കഴിഞ്ഞാൽ ടൈം കൂടും. ഓക്കെ, അതിനെ അനുസരിച്ചിരിക്കും.